ലോകം ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണോ? പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുവന്ന ആഗോള അധികാര സമവാക്യങ്ങൾ തകിടം മറിയുകയാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ ഏകാധിപതികളായിരുന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കിഴക്ക് നിന്ന് പുതിയൊരു ശക്തി കേന്ദ്രം ഉയർന്നു വരുന്നു. റഷ്യ, ചൈന, ഇറാൻ. ഈ മൂന്ന് രാജ്യങ്ങളും കൈകോർക്കുമ്പോൾ ലോകം വിറയ്ക്കുകയാണ്. വെറുമൊരു നയതന്ത്ര ബന്ധമല്ല ഇത്, മറിച്ച് അമേരിക്കൻ അധിനിവേശത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സഖ്യമാണ്. പുട്ടിന്റെ ആയുധപ്പുരയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യ ആയുധങ്ങൾ എന്താണെന്നും യൂറോപ്പിന്റെ വിധി വ്ളാഡിമിർ പുടിൻ കുറിച്ചു കഴിഞ്ഞോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. റഷ്യ വെറും ഒരു രാജ്യമല്ല, മറിച്ച് ശത്രുക്കളെ ചാരമാക്കാൻ ശേഷിയുള്ള ആണവക്കരുത്താണെന്ന് ലോകത്തിന് നന്നായി അറിയാം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ഹിരോഷിമയെ തകർത്ത ആറ്റം ബോംബിനേക്കാൾ 4 ഇരട്ടി പ്രഹരശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ പുടിൻ സജ്ജമാക്കി കഴിഞ്ഞു. ഇത് വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് തന്റെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള അന്ത്യശാസനമാണ്. യൂറോപ്പിന്റെ സുരക്ഷ ഇന്ന് ഒരു നൂൽപാലത്തിലാണ്. അമേരിക്ക നൽകുന്ന സഹായത്തിൽ വിശ്വസിച്ച് റഷ്യയോട് കൊമ്പുകോർക്കാൻ നിൽക്കുന്നത് ആത്മഹത്യാപരമായ തീരുമാനമാണെന്ന് പുടിൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ആണവ യുദ്ധമുണ്ടായാൽ ലണ്ടനോ പാരീസോ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വാഷിംഗ്ടണും യൂറോപ്പും ചാരമാക്കാൻ അമേരിക്ക അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് പകച്ചു നിൽക്കുകയാണ്. ഈ പോരാട്ടത്തിൽ റഷ്യ ഒറ്റയ്ക്കല്ല എന്നതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇറാനും ചൈനയും റഷ്യയുമായി കൈകോർക്കുമ്പോൾ അതൊരു വൻ ശക്തി സഖ്യമായി മാറുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ പുല്ലുപോലെ തള്ളിക്കൊണ്ട് ഇറാൻ റഷ്യക്ക് സൈനിക സഹായം നൽകുന്നു. ഇതിനു പിന്നിൽ ചൈനയുടെ തന്ത്രപരമായ പിന്തുണ കൂടിയാകുമ്പോൾ അമേരിക്കയുടെ ലോക പോലീസ് ചമയിൽ അവസാനിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലും യുറേഷ്യയിലും അമേരിക്കയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു. ചൈനയുടെ സാങ്കേതിക വിദ്യയും ഇറാന്റെ പോരാട്ടവീര്യവും റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങളും ചേരുമ്പോൾ അത് ലോകത്ത് പുതിയൊരു അധികാര കേന്ദ്രം സൃഷ്ടിക്കുകയാണ്. റഷ്യയുടെ സൈനിക കരുത്ത് കേവലം മിസൈലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശത്രുവിന്റെ നീക്കങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാൻ ശേഷിയുള്ള സ്പേസ് റെക്കഗ്നൈസ് സംവിധാനങ്ങളും റഡാർ ശൃംഖലകളും പുടിൻ വികസിപ്പിച്ചിട്ടുണ്ട്. പല മേഖലകളിലും അമേരിക്കയുടെ സാങ്കേതിക വിദ്യയേക്കാൾ മുന്നിലാണ് ഇവ. എന്നാൽ യൂറോപ്പിന്റെ കാര്യം ഒന്ന് നോക്കൂ. സ്വന്തമായി ഇത്തരം സംവിധാനങ്ങളില്ലാത്ത യൂറോപ്പ് ഇന്നും അമേരിക്കയുടെ കനിവിനായി കാത്തിരിക്കുന്നു. അമേരിക്കയിൽ ഭരണം മാറുമ്പോൾ തങ്ങൾ അനാഥരാകുമെന്ന് അവർ തിരിച്ചറിയുന്നില്ല. കടൽ കടന്നു വരുന്ന സഹായങ്ങളിൽ വിശ്വസിച്ച് അയൽപ്പക്കത്തെ വൻ ശക്തിയെ പ്രകോപിപ്പിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. റഷ്യയും ഇറാനും ചൈനയും കൈകോർക്കുമ്പോൾ അത് മാറുന്നത് കേവലം അതിർത്തികളല്ല, മറിച്ച് ലോക ചരിത്രം കൂടിയാണ്. അമേരിക്കൻ ഏകധ്രുവ ലോകം അവസാനിക്കുകയും ഒന്നിലധികം അധികാര കേന്ദ്രങ്ങളുള്ള ഒരു പുതിയ ലോകക്രമം പിറവിയെടുക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന്റെ നിഴലിലാണോ നമ്മൾ, അതോ സമാധാനത്തിനായുള്ള പുതിയൊരു സന്തുലിതാവസ്ഥയിലാണോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്.